നമസ്കാരം. പാലാ മിനി സിവിൽ സ്റ്റേഷന്റെ പിൻഭാഗത്ത് 2019 പാലാ നഗരസഭയുടെ ചെലവിൽ 5 ലക്ഷം രൂപ മുടക്കി ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് പണിതിട്ടുണ്ട്. അത് കഴിഞ്ഞ 6 വർഷമായിട്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് തുറന്നു കൊടുത്തില്ല. ഇത് സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി ഏകദേശം 1 മാസം മുമ്പ് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുകയും അതും പ്രകാരം പാലാ മുനിസിപ്പൽ സെക്രട്ടറി അതിനൊരു മറുപടി തരുകയും ചെയ്തു. ആ മറുപടി ഇപ്രകാരമാണ്: 2019 പണി കഴിഞ്ഞ ആ ടോയ്ലറ്റ് ബ്ലോക്ക് 2024 ബജറ്റിൽ പെടുത്തി അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ച് ആ ടോയ്ലറ്റിന്റെ പരിപാലനം 2024 ഡിസംബർ 7 മീനച്ചിൽ തഹസീൽദാർക്ക് കൈമാറിയിട്ടുള്ളതാണ്. എന്നാൽ സിവിൽ സ്റ്റേഷനിലെ RDO കോംപ്ലക്സ് നിർമ്മാണത്തിന് ആർക്കിടെക്ചർ വിഭാഗം തയ്യാറാക്കിയ ഡ്രോയിങ് പ്രകാരം പ്രസ്തുത കെട്ടിട നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലുള്ള ടോയ്ലറ്റ് ബ്ലോക്ക്, കാർ ഷെഡ്, മരങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നതിന് 2025 ജൂൺ 11 പാലാ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളതാണ്. ആയത് പ്രകാരം നഗരസഭ നിർമ്മിച്ചിട്ടുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് പൊളിച്ച് നീക്കം ചെയ്ത് പുതുതായിട്ട് നിർമ്മിക്കുന്ന RDO കോംപ്ലക്സിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേകം ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുന്നുണ്ടെന്ന് യോഗ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് അറിയിക്കുന്നു. ഇതാണ് നമ്മുടെ പരാതിയിലെ മറുപടി. ഇതിനകത്ത് നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത് 2019 പണിത ഈ ടോയ്ലറ്റ് ബ്ലോക്ക് ഏകദേശം 5 അല്ല 6 മുറികളുണ്ട്, നന്നായിട്ട് പണിതിട്ടുണ്ട്. അപ്പൊ ഇത്രയും പണം മുടക്കി ഈ സാധനം കഴിഞ്ഞ 6 വർഷമായിട്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. 6 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് പൊളിച്ച് കളയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇവരെ ഭരണം ഏൽപ്പിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണോ? നമ്മുടെ പൊതുജനത്തിന്റെ പണം ഇവര് ദുർവിനിയോഗം ചെയ്യുകയില്ലേ? 2019 ഇപ്പോഴും പാലാ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഭൂരിപക്ഷമുള്ള ഒരു ഇടതുമുന്നണി ആണ് ഇപ്പൊ ഭരിക്കുന്നത്. എന്ത് നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമാണ് അവർ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് പാലായിൽ എത്ര കാര്യങ്ങളാണ് പണി തീരാതെ കിടക്കുന്നത്. KSRTCയുടെ അവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് എത്ര കോടി രൂപ മുടക്കി? ഒന്നുമായിട്ടില്ല, വെറുതെ കിടക്കുകയാണ്.